കൊല്ലത്തുകാർക്കാണ് ഇത് ഇത്രയും ദുരിതം. ആരോട് ചോദിച്ചോണ്ട് ഇവിടെ ചെയ്യുന്നു? ഇവിടെ MP ഇല്ലേ, MLA ഇല്ലേ, മന്ത്രി ഇല്ലേ, കളക്ടർ ഇല്ലേ? എന്ത് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ കൊല്ലം? കേരള വാട്ടർ അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റാത്ത പണി ഇവിടെ ആരാണ് ചെയ്യാൻ പോണത്? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം കൊല്ലത്തെ സാമൂഹ്യ പ്രവർത്തകനും അതേപോലെ തന്നെ നിരവധി വ്യവഹാരങ്ങൾ കൊല്ലത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ശ്രീ MK സലീമാണ്. ഇന്നിപ്പോൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞ് കൊല്ലത്ത് ഏതാണ്ട് അമൃത് പദ്ധതിയിൽ നിന്ന് കിട്ടിയ പൈസ കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് 19 മാസം കൊണ്ട് പണി പൂർത്തിയാവും എന്ന് പറഞ്ഞിട്ട് ഇന്ന് 19 അല്ല, ഇന്ന് അതിൽ കൂടുതൽ മാസങ്ങളും വർഷങ്ങളുമായിരിക്കുകയാണ്. പണി കൊണ്ട് ഇവിടുത്തെ കൊല്ലത്തെ ജനങ്ങൾക്ക് അതൊരു പൂർത്തീകരണത്തിനോ അതുകൊണ്ട് ഗുണപ്രദമല്ലാത്ത രീതിയിൽ പൈപ്പ് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിനൊരു പൂർത്തീകരണം ഇല്ലാത്തത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു അടങ്കൽ പദ്ധതി ഒരു പദ്ധതിക്ക് വേണ്ടി കൊടുക്കുന്നു, 18 മാസം കൊണ്ട് അത് തീർത്തു തരുമെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് എഴുതുന്നു. 23.5 കോടി രൂപയ്ക്ക് ഇത് മൊത്തം തീർത്തു തരുമെന്ന് പറഞ്ഞ് അടങ്കൽ എഴുതുന്നു. അടങ്കൽ എഴുതിയ പദ്ധതി 10 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്താത്ത രീതിയിൽ അവർ ചെയ്തവർ ഉപേക്ഷിച്ചു പോയിരിക്കുക. വേറെ എവിടെയല്ല, കൊല്ലം പട്ടണത്തിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ കേരള അമൃത് പദ്ധതിയാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടഡ് പ്രോജക്റ്റാണ്. അതിവിടെ ചെയ്യുന്നത് ആരാ? കേരള വാട്ടർ അതോറിറ്റി. ഇപ്പോൾ ഈ കേരള വാട്ടർ അതോറിറ്റിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല, ചെയ്തവനും ഇല്ല, നിന്നവനില്ല, എല്ലാം അടങ്കൽ പദ്ധതിയായിട്ട് അതിന്റെ ഇംപ്ലിമെന്റിങ് അതോറിറ്റി അവരാണ്. അത് കേരളത്തിലെ മൊത്തം പൈപ്പ് ലൈനിങ് എല്ലാം ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്, അല്ലേ? ഈ കേരള വാട്ടർ അതോറിറ്റിയും കഴിഞ്ഞു. എത്ര വർഷം കഴിഞ്ഞു? 10 വർഷം കഴിഞ്ഞു. അവരോട് ചോദിച്ചാൽ പറയാം ഞങ്ങൾ പൈപ്പെല്ലാം ഇട്ടു. പക്ഷെ പൈപ്പ് ഇട്ടത് എവിടുന്നാ? ഞാങ്കടവിൽ നിന്ന് 10-40 കിലോമീറ്റർ ദൂരമുള്ള ഞാങ്കടവിൽ നിന്ന് കൊല്ലം പട്ടണത്തിലേക്ക് പൈപ്പ് ഇട്ട് ആ പൈപ്പ് അവർ കൊണ്ടുവന്ന് കൊല്ലം കളക്ടറേറ്റിലെ വാട്ടർ ടാങ്കിൽ അത് കയറ്റുകയും ചെയ്തു. അവരെ പദ്ധതി തീർന്നു. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. 10 വർഷം കഴിഞ്ഞപ്പോൾ പറയാണ് ആ വെള്ളത്തിൽ കല്ലട ആറ്റിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. കല്ലട ആറ്റിൽ നിന്ന് എടുത്ത് പമ്പ് ചെയ്ത് ഇത് ഞാങ്കടവിൽ കൊണ്ടുവന്ന് ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വെച്ച് ട്രീറ്റ് ചെയ്താണ് വെള്ളം പമ്പ് ചെയ്ത് കൊല്ലത്തേക്ക് വിടുന്നത്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് അതിനകത്ത് ഇൻട്രൂഷൻ സോൾട്ട് ഉണ്ടെന്ന്, അതിനകത്ത് ഉപ്പ് രസം ഉണ്ടെന്ന്. എടാ, ഇത് അറിയത്തില്ല. കൊച്ചു പിള്ളേർക്ക് പോലും അറിയാൻ പറ്റും. കൊല്ലത്തുള്ള ഗൂഗിളിൽ തപ്പിയ കേരളത്തിൽ എത്ര പുഴകളുണ്ട്, എത്ര നദികളുണ്ട്, അതിൽ എത്ര ഫ്രഷ് വാട്ടർ ലേക്ക് ഉണ്ട്, അതിൽ സോൾട്ടി ലേക്ക് എത്രയുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് DPR ഇല്ലാതെ തുടങ്ങിയത് കൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ ആയത്. അത് സോൾട്ട് വാട്ടർ വരുന്ന ഒരു വെള്ളം കല്ലട ആറ്റിൽ നിന്നാണ് ഇത് പമ്പ് ചെയ്യുന്നതെന്നുള്ളത്. ആരുടെ അനാസ? ഇത് ആരിതിന് പെർമിഷൻ കൊടുത്തു? ഇതിപ്പോ 600 കോടിയോളം രൂപ ചിലവാകുന്നതാണ് കണക്കുകൾ പറയുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. അത് കറക്റ്റ് ചെയ്യാൻ തെറ്റാണെങ്കിൽ. പക്ഷെ lot of crores and crores of amount has been spent. After 10 years they say that there's an intrusion of salt water into the thing. എന്നിട്ട് അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചപ്പോ ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് ഞാൻ പറയാം അത് തടയാൻ അവിടെ കെട്ടത് ഒരു ഡാം. എങ്ങനെയാ? ആറിന് കുറുക്കെ തടയണ ഡാം. അപ്പൊ തടയണ ഡാം കിട്ടി ഉപ്പുവെള്ളം കയറി വരുത്തില്ലേ? വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോഴും കുറച്ച് വെള്ളമാണെങ്കിലും മോളിൽ കൂടെ കയറി വരില്ല. അതിനകത്ത് ഉപ്പ് വെള്ളം വരുത്തില്ലേ? ഉപ്പുവെള്ളം ശുദ്ധീകരിക്കുന്ന വല്ല പ്ലാന്റോ അതിനുള്ള സംവിധാനമോ നമ്മുടെ കേരളത്തിലുണ്ടോ? ഒന്നും. ഇതൊരു ഇൻട്രൂഷൻ, അത് കണ്ടുപിടിച്ചതാണ്. ഇൻട്രൂഷൻ ഓഫ് സോൾട്ട് ഇൻ ടു ദ സിസ്റ്റം. അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കാണ് ഈ സോൾട്ട് ഈ തടയണെന്ന് പറയുന്നത്. ഇത് പണ്ട് തുഗ്ലക്കിന്റെ കാലത്ത് നടന്ന പോലെ തടയണ കിട്ടിയ ഉപ്പുള്ള വെള്ളം ഉപ്പില്ലാതായി മാറുന്നു. അത് പണ്ട് ഖുറാനിലൊക്കെ പറയുന്ന ഭൂമിയുടെ എവിടെ കടലില് 2 ഉപ്പുവെള്ളവും അല്ലാത്ത ജോയിൻ ചെയ്ത്, അങ്ങനെ ജോയിൻ ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ എന്ന് പറയുന്നത് ഇത് ആർക്കും ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ല. 600 കോടി ഇന്നിട്ട് കളിച്ച കാര്യം. ഞാങ്കടവ് കുടിവെള്ള പദ്ധതി അത് മൊത്തം പാഴായിപ്പോയി. ഇപ്പൊ അവര് പുതിയ കൊല്ലം കോർപ്പറേഷൻ പുതിയ ഒരാളിനെ കൊണ്ടുവന്നിരിക്കുന്നു, ഈ പണി തുടക്കം കരാറെടുത്ത് ടെൻഡർ നടപടികൾ നടന്ന് തുടങ്ങിയ ആ കമ്പനികൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനികൾ അവരിത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ കളഞ്ഞിട്ട് പോകുന്ന കാര്യമുണ്ട്. കളഞ്ഞേക്ക് പോകണമെന്ന് വെച്ചാൽ അവർക്കറിയാം നടക്കത്തില്ലെന്ന്. ഇത് നടക്കുമെങ്കിൽ പണി തീർത്തിട്ട് പൈസ വാങ്ങിച്ചിട്ട് പോത്തില്ലേ? പൈസ എല്ലാം അവർ പറ്റിക്കഴിഞ്ഞു. പൈസ വാങ്ങിച്ചിട്ട് പോത്തില്ല. അവരെ കൊണ്ട് അറിയാം. കേരള വാട്ടർ അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റാത്ത പണി ഇവിടെ ആരാണ് ചെയ്യാൻ പോണത്?
ഇപ്പൊ എന്താ ഇത് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഉയർന്ന തസ്തികയിലുള്ള എത്ര ജോലിക്കാരും തൊഴിലാളി ഒരു സംവിധാനം അതിനൊരു മന്ത്രിയൊക്കെ ഉള്ളപ്പോഴാണ് ഇത് മറ്റൊരു രീതിയിൽ കുടിവെള്ളത്തിന് വേണ്ടി കരാർ കൊടുക്കുന്നത്. കരാറ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ശാസ്താംകോട്ടയിൽ നിന്നാണ് കൊല്ലത്തേക്ക് വെള്ളം വരുന്നത്. പണ്ട് നോർവീജിയൻകാർ വന്നു, നോർവീജ് സായിപ്പന്മാർ വന്നു നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു പദ്ധതിയാണ് ഇല്ലേ. അത് ഇന്ന് വെള്ളം വരുന്നുണ്ട്. നമ്മൾ കൊല്ലത്തുകാർ കുടിക്കുന്ന വെള്ളം നോർവീജിയൻ പദ്ധതിക്കാർ ഇട്ട പൈപ്പാ, ഒരു പ്രശ്നമില്ല. ഇവര് പൈപ്പ് ഇട്ടപ്പോഴെന്താ വെള്ളം കയറാത്ത ഇറങ്ങാത്ത? അത് ഗ്രാവിറ്റിയിൽ വരുന്ന പ്രശ്നമാണ്. അപ്പൊ പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം പിന്നെ അവർ പറയുന്നത് ഇങ്ങനെ വഴിയിൽ തടസ്സം ഉണ്ടായിരുന്നു, റോഡ് തടസ്സം ഉണ്ടായിരുന്നു, നാഷണൽ ഹൈവേക്കാർ സമ്മതിച്ചില്ല, ഓക്കെ അതെല്ലാം റെക്ടിഫൈ ചെയ്തെന്ന് ഇപ്പൊ പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവർ പറയാം ഇന്നമാതിരി വരുന്ന വഴിയിൽ എന്തോ പാറക്കെട്ടുണ്ടായിരുന്നു, 10 മീറ്റർ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വന്നു. അല്ല, ഇതൊക്കെ DPR എടുക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളോ അതിനുള്ള എഞ്ചിനീയേഴ്സ് ഒന്നും ഇവിടെ ഇല്ലയോ? CAG കൺട്രോളർ ഓഡിറ്റർ ജനറൽ പറയുന്നത് ഇതിന്റെ DPR ഇല്ലെന്ന്. എന്തോ നമുക്കറിയത്തില്ല, നമ്മൾ ഗൂഗിളിൽ കാണുന്ന കാര്യമായി പറയുന്നത്. ഇവിടുത്തെ പ്രധാനമന്ത്രി ആരാന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം. അതേപോലെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുന്നു. DPR ഇല്ലാതെ എങ്ങനെ ഒരു പ്രോജക്ട് എടുത്ത്? എന്നിട്ട് ഇപ്പൊ പകുതി പണി മുക്കാ പണി തീർന്നെന്ന് പറയുന്നത് പുതിയ DPR എടുക്കാൻ 60 കോടി സാങ്ഷൻ ആക്കിയിരിക്കുക. ഒന്ന് ആലോചിച്ചു, ആരെ കാശ് ആരോട് ചോദിച്ചോണ്ട് ഇവിടെ ചെയ്യുന്നു? ഇവിടെ MP ഇല്ലേ, MLA ഇല്ലേ, മന്ത്രി ഇല്ലേ, കളക്ടർ ഇല്ലേ? എന്ത് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ കൊല്ലം? കൊല്ലത്തുകാർക്കാണ് ഇത് ഇത്രയും ദുരിതം. അല്ല, ഈ പണി പൂർത്തിയാക്കാതെ പോയവർക്കെതിരെ നിയമ നടപടികളോ അങ്ങനെയുള്ള കാര്യങ്ങളും സ്വീകരിക്കില്ല. പുതിയ ആൾക്കാർക്ക് വിളിച്ച് ഉടനെ അടുത്ത കരാർ കൊടുക്കുക. വിളിച്ച നീ എന്താ ഇത് ചെയ്യാൻ എന്ന് ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു ഷോ കോസ് നോട്ടീസ് കൊടുക്കാനുണ്ടോ? എവിടെ പോയി നമ്മൾ MP ഒക്കെ? എവിടെ പോയി നമ്മൾ MLA? എവിടെ? നോബഡി, ആരില്ല, ആർക്കും അറിയത്തില്ല. ഇന്നലെ ഞാൻ ഈ അമൃത് പദ്ധതിയുടെ ഒരു ലേഡി ഉണ്ട് നമ്മളെ കോർപ്പറേഷനിൽ. ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ സോൾട്ട് വാട്ടർ ആണെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ അഷ്ടമുടി കായലിൽ നിന്ന് എടുത്താൽ പോരായിരുന്നു കൊല്ലത്തേക്ക്? അഷ്ടമുടി കായലിൽ വെള്ളം തന്നെയാണല്ലോ ഈ അഷ്ടമുടി കായലിലുള്ളത്. അഷ്ടമുടി കായലിന്റെ എസ്റ്റുവറി കൂടെയാണ് ഇത് 2-3 കിലോമീറ്ററിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ. പിന്നെ 2 കിലോമീറ്റർ കൊല്ലത്ത് നിന്ന് എടുക്കാമല്ലോ വെള്ളം. ഇതായി കാണുന്ന വെള്ളം നമ്മൾ അഷ്ടമുടി കായലിന് അറ്റത്തല്ലേ നിൽക്കുന്നത്, എടുത്തുകൂടായിരുന്നു? ഈ സോൾട്ടി വാട്ടർ, അതും സോൾട്ടി വാട്ടർ. സോൾട്ട് എന്ന് പറഞ്ഞാൽ സ്വല്പം സോൾട്ട് ആണെങ്കിലും നമുക്ക് വായി വെക്കാൻ പറ്റാൻ പറ്റത്തില്ല. കൂടിപ്പോയി കുറഞ്ഞു പോയെന്ന് പറയുമ്പോഴേ ഒരു അഷ്ടമുടി കായൽ ഒരുപാട്. ഈ അഷ്ടമുടി കായലിൽ മാലിന്യം കൂടുതലുള്ളതാണോ അതോ മാലിന്യം കുറവ് കുറച്ചും കൂടെ കല്ലട ആറ്റി മാലിന്യം കുറവുണ്ടായതാണോ അങ്ങോട്ട്? അല്ല, ഇതെന്ന് പറയുന്നത് തുഗ്ലക്കിന്റെ കാലത്ത് തുഗ്ലക്ക് കൊണ്ട് ട്രാൻസ്ഫർ ഡൽഹി വന്ന് പിന്നെ തിരിച്ചു പോയെന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ ഏതോ തുഗ്ലക്കിന്റെ ഒരു ബുദ്ധിയുള്ള ഏതൊരു വലിയ എഞ്ചിനീയർ ആയിരിക്കും ഇത് കൊടുത്ത് സാങ്ഷൻ കൊടുത്തത്. പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല, ഇത് DPR ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഫണ്ടഡ് പ്രോജക്ട് വെറ്റ് ചെയ്തത്? ഇത് ആദ്യം കളക്ടർ, ചീഫ് സെക്രട്ടറി വെറ്റ് ചെയ്യണം, പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വരണം, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരണം, പിന്നെ ഫൈനാൻഷ്യൽ സാങ്ഷൻ വരണം. ഈ 600 കോടി, അന്ന് 25 കോടിയായിരുന്നു സാധാരണ. അതാണ് 1 കോടിയായാലും 10 കോടിക്ക് മുകളിലാണ് ഇവരൊക്കെ സാങ്ഷൻ ചെയ്തത്. എങ്ങനെ സാങ്ഷൻ ചെയ്തത്? ഇതിനൊക്കെ ഒരു അന്വേഷണം വരണ്ടേ? ഇത് എൻക്വയറി വിജിലൻസിന് വിടണ്ടേ? പോലീസിന്റെ കൊടുക്കട്ടെ. ഇതെന്തോ ഇത്? എന്നിട്ട് പൈസ ചെലവാക്കിയവർക്കൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. വലിയ രാജ്യത്തല്ല. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ ജനങ്ങൾ ഇതിനൊന്നും ചോദ്യം ചെയ്യാറില്ല എന്നുള്ളത് ധൈര്യമാണോ? അത് താങ്കളെ പോലുള്ള കുറച്ച് പൊതുപ്രവർത്തകർ മാത്രമേ ഇതിന് ഇറങ്ങി തിരിക്കത്തുള്ളൂ? അത്രേ ഉള്ളൂ. നോബഡി ഈസ് ബോതേർഡ്. ഇപ്പൊ അവർക്ക് അവരുടെ വീട്ടിൽ വെള്ളം, ശാസ്താംകോട്ടയിൽ നിന്ന് വെള്ളം വരുന്നു. വെള്ളം വരാതാവുമ്പോഴാണല്ലോ റോഡിൽ വരുന്നത്. ഇപ്പൊ അവർക്ക് താൽക്കാലികമായിട്ട് വെള്ളം കിട്ടുന്നു. ഇത് അവിടെ കുറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് പോയി തുടങ്ങിയത് അന്നത്തെ കൊല്ലം കോർപ്പറേഷനിലെ മേയർ എല്ലാരും കൂടി ചേർന്ന് 40 കിലോമീറ്ററിന് അപ്പുറത്ത്. അന്ന് അറിയത്തില്ലായിരുന്ന, അന്ന് ഈ DPR ഇല്ലെന്ന് അറിയത്തില്ലായിരുന്ന. DPR ഉണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞാൽ ഇതിനകത്ത് ഈ സോൾട്ട് വാട്ടർ ആണ് ഇതാ കിടക്കുന്നത്. എന്റെ ഇതിന് കിടപ്പുണ്ട്, നിങ്ങൾ അടിച്ചു നോക്ക്. കല്ലട ആറ്റില് സോൾട്ട് വാട്ടർ ഉള്ള. അപ്പൊ ഇതെന്താണ് ഇനിയിപ്പോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിങ്ങനെ തന്നെ ഇട്ടിരിക്കുവോ? ചെയ്യാൻ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവിടെ വീണ്ടും പുതിയ കരാർ കൊടുത്തിരിക്കുകയാണല്ലോ. അത് കൊടുക്കാമല്ലോ. അവരില്ല അധികാരത്തിലിരിക്കുന്നത് 60 കോടിക്ക് കൊടുത്തിരിക്കുന്നത് വീണ്ടും. അതും ഇതുവരെ അല്ല, ഇത് മുൻപ് ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾ അന്ന് ഭരണത്തിൽ ഇരുന്നപ്പോഴാണല്ലോ ചെയ്തത്. ഇപ്പൊ ഇന്നത്തെ ഭരണകക്ഷികൾ അന്ന് പ്രതിപക്ഷമായിരുന്നല്ലോ. ഇവർക്ക് ഇതിനെ കുറിച്ചൊന്നും അന്വേഷിക്കണമെന്നൊന്നും താല്പര്യമില്ലേ? അന്വേഷിക്കുന്ന ആരാ അന്വേഷിക്കേണ്ടത്? ഇപ്പോഴത്തെ ഭരണത്തിരിക്കുന്നവര് അന്വേഷിക്കണം. ആരാ അന്വേഷിക്കുന്നത്? അന്വേഷിക്കേണ്ടത് ആരാ? അതിന്റെ അധികാരികളല്ലേ? അതിന്റെ വിജിലൻസിൽ വിടണം. അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഓംബുഡ്സ്മാൻ ഉണ്ട്, ഈ ലോക്കൽ സെൽ ഗവൺമെന്റ്.
ഷാജിയാണല്ലോ അതിന്റെ മന്ത്രി. ഷാജി ഒരു ലോക്കൽ ഒരു എൻക്വയറിക്ക് വിട്ടാൽ മതി. എനിക്ക് 7 ദിവസത്തെ റിപ്പോർട്ട് ഇടണം. അത് സോൾട്ട് വാട്ടർ മന്ത്രി ഷാജിയുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടില്ലയോ? മന്ത്രി ഷാജിയുടെ ഇതിൽ പെട്ടില്ല. അദ്ദേഹം അല്ല, അദ്ദേഹം കയറിയതേ ഉള്ളൂ. അപ്പൊ താങ്കളെ പോലുള്ളവർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് സമഗ്രമായ ഒരു അന്വേഷണത്തിന് വേണ്ടി തീർച്ചയായിട്ടും എന്ത് പാടുപെട്ടാലും അവിടെ പോയി 2 ദിവസം കിടന്നാലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ പോയി കാണും. ഇത് ഇങ്ങനെയാണ് സംഭവം കൊല്ലത്ത്. ഇത് മാത്രമല്ല, വേറെ 2-3 അദ്ദേഹത്തിന്റെ കീഴിലുള്ള അഷ്ടമുടിക്കായൽ അത് ടോക്സിക് ആയി കിടക്കുന്നു. പിന്നെ കുഴിപ്പുഴ പ്ലാന്റ്, മാലിന്യ പ്ലാന്റ്, അത് ടോക്സിക് ആയി കിടക്കും. അത് നാദില്ല, ഇതേ കണക്ക് നാദില്ല. ഇതിന്റെ എല്ലാ അധിപൻ നമ്മളെ ഷാജി മന്ത്രിയാണ്. അത് ചെറുപ്പക്കാരനാണ്. അദ്ദേഹം കുറച്ച് വീണ്ടും വിചാരമുള്ള വ്യക്തിയാണെന്ന് നമ്മൾ തോന്നുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തില്ലേ ഞങ്ങൾ നിയമപരമായി നമ്മൾ പോകും. മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ KM ഷാജിയുടെ അധീനതയിൽ വരുന്നതാണ് കൊല്ലത്തെ നിരവധി പദ്ധതികൾ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത്. അദ്ദേഹം മന്ത്രിസഭയിൽ അധികാരമേറ്റിട്ട് വളരെ കാലമായില്ല. എന്തായാലും ശ്രീ MK പ്രേമചന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതേ കണക്ക് കൊല്ലം മന്ത്രി ബിന്ദു കൃഷ്ണ, അതേപോലെ തന്നെ ഷിബു, അങ്ങനെ 3ഓളം മന്ത്രിമാരുണ്ട്. എന്തായാലും അവരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മുൻകാലങ്ങളിലെ 10 വർഷത്തിനിടയ്ക്കുള്ള ഈ ഭരണസമിതികളും കോർപ്പറേഷനും വളരെ വർഷക്കാലം 25 വർഷത്തോളം കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നവരും ഒക്കെയാണ്. അപ്പൊ അതിനെതിരെ അവരൊരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് പൊതുജനങ്ങളുടെ പൈസ ഇതേ കണക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടെത്തിയ തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളും. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും, അതിനുവേണ്ടി പുറപ്പെടുമെന്നാണ് ശ്രീ MK സലീം നമ്മളോട് പറയുന്നത്. മലയാളി വാർത്ത, രാമഭദ്രൻ.